നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം തിയേറ്ററിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഏതാനും സ്വിംഗ് ട്രേഡിങ്ങിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല മൊമെൻറ്റം ഉള്ള കുറച്ച് സ്റ്റോക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് സാങ്വി മൂവേഴ്സ് ലിമിറ്റഡ്. നമ്മുടെ ഇവിടെ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 7 വർഷത്തെ കംപ്ലീറ്റ് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ചാർട്ട് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 410 റീജിയണിലാണ് ഇത് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്തിരുന്നത്, ഏകദേശം 2015-16 കാലയളവിൽ. അതിനുശേഷം സ്റ്റോക്ക് അതിമനോഹരമായിട്ട് അപ്സൈഡ് മൊമെൻറ്റം തരുന്നു. ഒപ്പം മന്ത്ലിയിൽ ഈ ക്ലിയർ ആയിട്ട് 410 എന്ന റീജിയൺ ക്ലിയർ ആയിട്ട് മന്ത്ലി ക്യാൻഡിൽ, ഇതിന് മുമ്പത്തെ മന്ത്ലി ക്യാൻഡിൽ, അതായത് മെയ് മാസത്തെ ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട് നല്ലൊരു വോളിയത്തോടു കൂടി. ഇപ്പം കറൻ്റ്ലി ആ ഒരു ലെവലിനേക്കാളൊക്കെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. 456 എന്ന പ്രൈസ് പോയിന്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ്, നമ്മൾ പഴയ ട്രെൻഡ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. മൾട്ടിപ്പിളായിട്ട് ഈ ഒരു റീജിയണിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവാണ്. അതിനുശേഷം ആ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു റീജിയണിലൊക്കെ ബ്രേക്ക് ഔട്ട് തന്നിട്ട് പിന്നെ നേരെ മുകളിലേക്കാണ് ഇത് മാർച്ച് ചെയ്തത്. അപ്പം മുകളിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ മുകളിലേക്ക് പോകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ലൊരു പ്രോഫിറ്റാണ് ഇത് ഷോ ചെയ്യുന്നത്. അപ്പം കമ്പനിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ വീക്കിലിയിലോട്ടൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു പോയിന്റുകൾ ചേർത്ത് നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും കൂടെ ഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത് ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഓൾ ടൈം ഹൈയും ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല വോളിയോ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ കാണുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷൻ 456 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ താഴോട്ട് വരികയാണെങ്കിൽ 430-40 ഇടയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിന് താഴെ, ഇത് ഏകദേശം 370 റീജിയനാണ്. അപ്പം 365 റീജിയണിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു 365 എന്ന് പറയുന്നത് വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ക്ലിയർ ആയിട്ട് ക്ലോസിംഗ് ബേസിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് എത്ര വരും? ഏകദേശം ഒരു 30-60 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 330-40 എൻട്രി എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു എത്രയാണ് 500 റീജിയൺ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് മുമ്പോട്ട് പോകാം. അതിന് മുകളിലത്തെ ടാർഗറ്റും വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക്, സാങ്വി മൂവേഴ്സ് ലിമിറ്റഡ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് മഹാ സീംലെസ്. അപ്പോൾ ഇവിടെ ഞാൻ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ടെലിഗ്രാം പ്രീമിയം ചാനലിൻ്റെ ലിങ്ക് ലഭിക്കും. അവിടെ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ എടുക്കുന്ന എല്ലാ എൻട്രീസും അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് പഠിച്ച് നമ്മുടെ ഒപ്പം മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടാണ് അതൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ചാർട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ ഒരു 457 എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയിരുന്നു. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു റീജിയണ് വീക്കിലിയിൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് അപ്പ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പം നിലവിലത്തെ കണ്ടീഷനിൽ 469 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 469 ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റീജിയണും ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. ആ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് എടുത്തു, ആ ഒരു റീജിയണും ബ്രേക്ക് ഔട്ട് വന്ന് അതിന് മുകളിൽ ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 460 റീജിയണിലൊക്കെ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 425 റീജിയണിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. 425 അല്ലെങ്കിൽ 420 റീജിയണിൽ. അപ്പോൾ 425 ആണെങ്കിലും നമുക്ക് ഏകദേശം 460 എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 35 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ വരിക. 35 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇടുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 35 രൂപ തന്നെ ഇട്ട് മുമ്പോട്ട് പോകാം. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നമുക്ക് ഇട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു താഴെ നമുക്ക് നല്ലൊരു വോളിയം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത സ്റ്റോക്കാണ് മിൻഡ കോർപ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ഒരു വീക്കിൽ നമ്മൾ ഈ ഒരു
സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റോക്കും നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടുക. അപ്പം ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ പറയുന്ന ആ ഒരു പ്രൈസിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ ആഴ്ചത്തെ സ്റ്റോക്കൊന്നുമില്ല, ഒരുപക്ഷേ ഈ ഒരു സ്റ്റോക്ക് നെക്സ്റ്റ് വീക്കിലാണെങ്കിൽ അടുത്ത വീക്കിലായിരിക്കും നമുക്ക് എൻട്രി എടുക്കുന്ന ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ മിൻഡ കോർപ്പ് 298 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 288-90 റീജിയൻ ആയിരുന്നു ഈ ഒരു റീജിയൻ. അപ്പോൾ അത് ബ്രേക്കൗട്ട് തന്ന് വീക്കിലിൽ നമുക്ക് ഇവിടെ ഒരു ക്ലോസിംഗ് തരുന്നുണ്ട്. നമുക്ക് താഴെ നല്ലൊരു വോളിയോ നമുക്ക് കുറേ വീക്കുകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയൻ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 250 എന്നത്. അത് ബ്രേക്കൗട്ട് തന്നു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓൾ ടൈം ഹൈയും ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു റീജിയനിൽ ഏകദേശം 290-95 റീജിയനിൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. ഏകദേശം നമ്മൾ എടുക്കുന്നത് ഈ ഒരു റീജിയനിൽ 290-95 റീജിയനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ എന്ന് പറയുന്നത് ഏകദേശം 260 ലെവലാണ്. ഈ 260 ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 30 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 30 രൂപ ഇട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ACE. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീക്കിലി ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 2023 തൊട്ട് നമുക്കൊന്ന് കാണുമ്പോൾ ക്ലിയറായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനോട് ചേർന്ന് മുമ്പോട്ട് അതിമനോഹരമായിട്ട് സ്റ്റോക്ക് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും വീക്കിലിയിൽ നല്ല വോളിയൂംസ് ജനറേറ്റ് ചെയ്യുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തും എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിഫ്റ്റിയുടെ റിട്ടേൺ ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും നല്ല വശം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് 2023 ഏകദേശം ഒരു 3-4 മാസം നിഫ്റ്റിയുടെ ചാർട്ട് ഏകദേശം ഈ ഒരു മെത്തേഡിലാണ് ഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 2023 ജനുവരി ഫെബ്രുവരി മാസം, അതിനുശേഷം ഏപ്രിൽ മെയ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനുമാണ് അവിടെ നിന്നൊരു ബ്രേക്കൗട്ടൊക്കെ തന്ന് ഇങ്ങനെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നത്. ഈ ഒരു ചാർട്ടും ഒന്ന് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു കറക്ഷൻ ഉണ്ടായ നിഫ്റ്റിയിൽ കറക്ഷൻ ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നല്ല സ്റ്റോക്കുകൾ, നല്ല അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന കമ്പനീസ് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടെങ്കിലും ആ ഒരു പ്രൈസിൽ തന്നെ പിടിച്ചു നിൽക്കും, സർവൈവ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതനുസരിച്ച് നമുക്ക് നല്ല മൂവ്മെൻറ്റ്സും തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിൽ തന്നെ എൻട്രി എടുക്കാം. 475-80 റീജിയനിൽ, 475-80 റീജിയനിൽ. അതിനുശേഷം നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ ഏകദേശം ഈ ഒരു റീജിയനിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഈ ഒരു റീജിയനിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഞാനിതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റായിട്ട് തന്നെ അയക്കുക നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ എത്ര സ്റ്റോപ്പ് ലോസ് ഇടണം, എത്ര ടാർഗറ്റ് ഇടണമെന്ന്. അപ്പോൾ ഇങ്ങനെ നല്ല പാറ്റേൺസ് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോക്സ് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും മുമ്പോട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡിംഗ് എൻട്രീസ്, കൂടുതൽ സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ പോയി ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ നമ്മളെടുക്കുന്ന എക്സാക്റ്റ് എൻട്രീസ് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്താണ് ഈ വർഷം 2023. അവിടെ നമ്മൾ ക്യാപിറ്റൽ എത്ര ഉപയോഗിച്ചു, ആ ഒരു ക്യാപിറ്റൽ പതുക്കെ എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ള മെത്തേഡിൽ ലൈവായിട്ട് പ്രാക്ടിക്കലായിട്ടാണ് കംപ്ലീറ്റ് റിസൾട്ടോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ഗ്രൂപ്പ്. അത് സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലും. അപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.